ഇവിടെ ഉന്നക്കായ ഉണ്ടാക്കേണ്ട റെസിപ്പിയാണ്. നമ്മൾ ആദ്യം ഒരു 3 നേന്ത്രപ്പഴം നമ്മളിതാ വാട്ടിയെടുത്തിട്ടുണ്ട്. ആ വേവിച്ചെടുത്തിട്ടുണ്ടെന്ന് പറയാം. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ അടിക്കണോ, ഇത് അടിച്ചെടുക്കുക. ഇത് അടിച്ചെടുക്കാൻ പോകുന്നത്. അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഒച്ചയാണ്. അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് കാണാം കേട്ടോ. മാറ്റിക്ക് നമ്മൾ അരച്ച് മാറ്റിയിട്ടുണ്ട്. ഇതാ നല്ല വൃത്തിക്ക് അരച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി മൈദയല്ലേ, മൈദയാണോ ആട്ടയാണോ? മൈദ വേണമെന്ന് നിർബന്ധമില്ല. നമ്മളെ പാട്ടപ്പൊടി ചേർക്കും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് നല്ല വൃത്തിക്ക് ആക്കി എടുക്കണം. എന്നിട്ട് കൊണ്ടിരിക്കട്ടെ. മൈദ ചേർക്കാത്തതുകൊണ്ട് മിക്സിയിൽ തിന്നാക്കി ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തിന്നൂല. എനിക്ക് ബാറ്റിന് ചെറിയ പ്രശ്നമുണ്ട്. ഗ്യാസ് നമ്മൾ നല്ലോണം കുഴച്ച് എടുത്ത് സാധനങ്ങൾ ചേർക്കുമ്പോൾ ഞാൻ പിന്നെയും വീടെടുക്കാം. നല്ലോണം വാനില എസൻസ് എല്ലാം ഇട്ട് നല്ലോണം കുഴച്ചത്. പിന്നെ ഇത് നമ്മളെ പഴം ഉരുട്ടി വെച്ച നിങ്ങൾ എൻ്റെ അനിയനെ കണ്ടുക്കോ. ഇത് കേട്ടോ, അനിയനൊക്കെ ഒരു അനിയനുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്. ബാക്കി വന്നിട്ട് വേണം. കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നുണ്ടോ? എൻ്റെ മേത്താ കേസ് വെളിച്ചെണ്ണ അരച്ചേ. എൻ്റെ ചെറിയൊരു പൊള്ളി കാര്യമില്ല. നമ്മൾ പഴം ഇതാ ഇങ്ങനെ ആക്കി കൊണ്ടിരിക്കുന്നു. എന്നെ ഒച്ച വിട്ടിട്ടൊന്നും പിടിക്കണ്ട. അതെൻ്റെ അനിയനെ ഞാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ ഈ തേങ്ങ ഇനി അതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകണം അല്ലേ. തേങ്ങ ചേർക്കേണ്ടിട്ടുള്ള നമ്മളിതാ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. സമൂസ എൻ്റെ അനിയന് ഇഷ്ടമാണ്. പക്ഷെ ഇത് സമൂസ അല്ല എന്ന് അവനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു സമൂസ ഇല്ലടാ. അരിയെ കുറച്ച് ഇത് കുറച്ച് പൊട്ടനാണ്. കുഞ്ഞാണി ചെല്ല്. എൻ്റെ അമ്മ അനിയനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അടുത്ത് പോലും കണ്ടുകൂടും. അപ്പുറത്തൂടി കേട്ടാൽ ഇപ്പുറത്തൂടി ഓടും. അതാണ് നമ്മളത്. പക്ഷേ അന്നേരത്തേക്ക് എൻ്റെ